ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെസ്റ്റ് ഓൺ സിമെൻറ്റ് ഫീൽഡ് ടെസ്റ്റിംഗ്. സിമെൻറ്റ് ഫീൽഡിൽ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് രീതിയിലുള്ള സിമെൻറ്റ് ടെസ്റ്റിംഗ് ഉണ്ട്, ഫീൽഡ് ടെസ്റ്റിംഗ് ഉണ്ട്, അതേപോലെ ലബോറട്ടറി ടെസ്റ്റിംഗ് ഉണ്ട്. ലാർജ് സ്കെയിൽ കൺസ്ട്രക്ഷൻസ് ഒക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും ലബോറട്ടറി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണം. ഒരുപാട് ലബോറട്ടറി ടെസ്റ്റുകളുണ്ട്, അത് നമുക്ക് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ചെറിയ മൈനർ കൺസ്ട്രക്ഷൻസിനൊക്കെ നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന ടെസ്റ്റിംഗ് ആണ് ഫീൽഡ് ടെസ്റ്റിംഗ്. എന്താണ് ഫീൽഡ് ടെസ്റ്റിംഗ്? ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ടു സബ്ജക്ട് ദ സിമെൻറ്റ് ടു ഫീൽഡ് ടെസ്റ്റ് വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മൈനർ വർക്ക്സ്. ദ ഫോളോയിങ് ആർ ദ ഫീൽഡ് ടെസ്റ്റ്. ചെറിയ മൈനർ വർക്കുകൾക്കൊക്കെ സിമെൻറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ചെറിയ ടെസ്റ്റുകളൊക്കെയാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഓപ്പൺ ദ ബാഗ് ആൻഡ് ടേക്ക് എ ഗുഡ് ലുക്ക് അറ്റ് ദ സിമെൻറ്റ്. സിമെൻറ്റിൻ്റെ ബാഗ് ഓപ്പൺ ചെയ്തിട്ട് സിമെൻറ്റ് ഒന്ന് നമ്മൾ വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ സിമെൻറ്റിന് ഒന്ന് എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻസ് ഒന്ന് ചെക്ക് ചെയ്യുക. ദർ ഷുഡ് നോട്ട് ബി എനി വിസിബിൾ ലംസ്. ചെറിയ കട്ടകളൊന്നും സിമെൻറ്റിൽ ഉണ്ടാവരുത്. കട്ടകളുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സിമെൻറ്റ് അതിൽ മോയ്സ്ചർ കണ്ടൻറ്റ് ആഡ് ആയിട്ടുണ്ട്, സിമെൻറ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കമ്പൈൻ ചെയ്തിട്ട് ചെറിയ കട്ടകളായിട്ട് മാറിയിട്ടുണ്ട്, ഓൾറെഡി അതിൻ്റെ ബൈൻഡിങ് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ആൻഡ് ദ കളർ ഓഫ് സിമെൻറ്റ് ഷുഡ് നോർമലി ബി ഗ്രീനിഷ് ഗ്രേ കളറാണ് സിമെൻറ്റിന്. ചെറിയൊരു ഗ്രീനിഷ് ഷെയ്ഡുള്ള ഗ്രേ കളറാണ് സിമെൻറ്റിൻ്റെ നോർമൽ കളറ്. ഇപ്പോൾ കളർ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിനർത്ഥം സിമെൻറ്റിൽ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻസ് നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ കളർ ചേഞ്ചസ് ഉണ്ടാവാൻ പാടില്ല. നെക്സ്റ്റ്, thrust your hand into the cement bag. It must give you a cool feeling. There should not be any lump inside. നിങ്ങളെ കൈ ഒരു സിമെൻറ്റ് ബാഗിലേക്ക് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യാം. ആ സമയത്ത് ഒരു കൂൾ ഫീലിംഗ് കിട്ടിയിരിക്കണം. സിമെൻറ്റ് നോർമൽ കേസസുകളിൽ വളരെ കൂൾ തണുത്ത ഫീലിംഗ് ആണ് സിമെൻറ്റ് ബാഗിൽ നമ്മൾ കൈ ഇൻസേർട്ട് ചെയ്താൽ കിട്ടുന്നത്. സിമെൻറ്റ് വാട്ടറായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രേഷൻ നടക്കുമ്പോഴാണ് അത് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നത്. അപ്പം നിർബന്ധമായിട്ടും ഒരു തണുത്ത ഫീലിംഗ് നമുക്ക് കിട്ടണം. ദർ ഷുഡ് നോട്ട് ബി എനി ലംപ് ഇൻസൈഡ്. ചെറിയ കട്ടകളൊന്നും ഉണ്ടാവരുത്. കൈ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. സിമെൻറ്റ് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യും. And take a pinch of cement and feel between the fingers. It should give a smooth and not a gritty feeling. ഒരു നുള്ള് സിമെൻറ്റ് നമ്മൾ എടുത്തതിന് ശേഷം വിരലുകൾക്കിടയിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് നോക്കാം. വളരെ സ്മൂത്തായിരിക്കണം. സിമെൻറ്റ് പാർട്ടിക്കിൾസ് തന്നെ വളരെ നൈസാണ്. അതിൽ ചെറിയ തരിതരികളോ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. തരിതരികളുണ്ടെങ്കിൽ അതിനർത്ഥം സിമെൻറ്റ് പാർട്ടിക്കിൾസ് തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം, അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. ദെൻ നാലാമത്തത്, ടേക്ക് എ ഹാൻഡ് ഫുൾ ഓഫ് സിമെൻറ്റ് ആൻഡ് ത്രോ ഇറ്റ് ഓൺ എ ബക്കറ്റ് ഫുൾ ഓഫ് വാട്ടർ. ദ പാർട്ടിക്കിൾസ് ഷുഡ് ഫ്ലോട്ട് ഫോർ സം ടൈം ബിഫോർ ദ സിങ്ക്. ഒരു കയ്യിൽ കുറച്ച് സിമെൻറ്റ് എടുത്തതിന് ശേഷം ഒരു ബക്കറ്റ് നിറച്ചും വെള്ളമുള്ള ഒരു ബക്കറ്റിലേക്ക് സിമെൻറ്റിനെ നമ്മൾ പ്ലേസ് ചെയ്യുക. അതിൻ്റെ വാട്ടർ സർഫസിൽ പ്ലേസ് ചെയ്യുക. അത് സിങ്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. പ്ലേസ് ചെയ്ത ഉടനെ തന്നെ സിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സിമെൻറ്റിൻ്റെ ക്വാളിറ്റി മോശമെന്നർത്ഥം. കുറഞ്ഞ നേരം സിങ്ക് ചെയ്യാതെ അത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കണം, സർഫസിൽ തന്നെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കണം. എങ്ങനെയാണെങ്കിൽ അത് ഗുഡ് ക്വാളിറ്റി സിമെൻറ്റ് നമുക്ക് പറയാം. And next, take about 100 grams of cement and a small quantity of water and make a stiff paste. ഒരു 100 ഗ്രാം സിമെൻറ്റ് എടുത്തതിന് ശേഷം കുറഞ്ഞ വാട്ടർ ആഡ് ചെയ്തിട്ട് ഒരു സ്റ്റിഫ് പേസ്റ്റ് ഉണ്ടാക്കുക. സിമെൻറ്റിനെ പേസ്റ്റ് രൂപത്തിലാക്കാം. അതായത് വളരെ ലൂസായി പോകരുത്, കൂടുതൽ വാട്ടർ ആഡ് ചെയ്യരുത്. കുറഞ്ഞ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആഡ് ചെയ്തിട്ട് ഒരു സ്റ്റിഫ് പേസ്റ്റ് ഉണ്ടാക്കാം. ദെൻ ഫ്രം ദ സ്റ്റിഫ് പേസ്റ്റ് പാറ്റ് എ കേക്ക് വിത്ത് ഷാർപ്പ് എഡ്ജസ്. സ്റ്റിഫ് സിമെൻറ്റ് വെച്ചിട്ട് സ്റ്റിഫ് പേസ്റ്റ് വെച്ചിട്ട് ചെറിയൊരു കേക്ക് രൂപത്തിൽ നമ്മൾ സിമെൻറ്റിനെ അതിൻ്റെ ഷേപ്പ് മാറ്റി, അതായത് ചെറിയ ട്രവലൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു കേക്ക് രൂപത്തിലാക്കുക. പുട്ട് ഇറ്റ് ഓൺ എ ഗ്ലാസ് പ്ലേറ്റ് ആൻഡ് സ്ലോലി ടേക്ക് ഇറ്റ് അണ്ടർ വാട്ടർ ഇൻ എ ബക്കറ്റ്. സീ ദ ഷേപ്പ് ഓഫ് ദ കേക്ക് is not disturbed while taking it down to the bottom of the bucket. After 24 hours, the cake should retain its original shape, and at the same time, it should also attain some strength. അപ്പോൾ ഈ കേക്ക് സിമെൻറ്റ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ കേക്ക് ഒരു ചെറിയൊരു ഗ്ലാസ് പ്ലേറ്റിൽ വെച്ചിട്ട് ബക്കറ്റിലെ വെള്ളത്തിൽ താഴ്ത്തുന്ന സമയത്ത് അതിൻ്റെ എഡ്ജസുകളൊന്നും അതിൻ്റെ ഷേപ്പൊന്നും മാറാൻ പാടില്ല. അതായത് ഷാർപ്പ് എഡ്ജസ്, ഏതെങ്കിലും ചെറിയ ട്രവലൊക്കെ യൂസ് ചെയ്തിട്ട് ഷാർപ്പ് എഡ്ജസുള്ള ചെറിയൊരു കേക്കാണ് ഉണ്ടാക്കേണ്ടത്.
അപ്പോൾ അത് താഴ്ത്തുന്ന സമയത്ത് അതിൻ്റെ എഡ്ജസ് ഇളകാനോ അല്ലെങ്കിൽ അത് സിമെൻറ്റിൻ്റെ പേസ്റ്റിൻ്റെ ഷേപ്പ് മാറാനോ പാടില്ല. അങ്ങനെ താഴെ ബക്കറ്റിനെ വെള്ളത്തിൽ താഴെ വെക്കുക. 24 hours കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്തും അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് ചേഞ്ചസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. സിമെൻറ്റിൻ്റെ ക്വാളിറ്റി മോശമാണെങ്കിൽ അത് ചേഞ്ച് ആയിട്ടുണ്ടാവും. സിമെൻറ്റ് ചിലപ്പോൾ സൈഡൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടാവും, ഇടിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതിന് കുറച്ച് സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. 24 hours ശേഷം ചെറിയൊരു സ്ട്രെങ്ത് കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് സിമെൻറ്റിനെ ഫീൽഡിൽ ചെയ്യുന്ന ടെസ്റ്റുകൾ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലബോറട്ടറി ടെസ്റ്റുകളുണ്ട്. അത് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം.